തീർച്ചയായിട്ടും ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സുധീർ കരമന മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സുധീർ കരമനയെ LDF സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം മണ്ഡലത്തിൽ പരിഗണിക്കുന്നു. അനിശ്ചിതത്വങ്ങൾക്കെല്ലാം ഒടുവിൽ സുരേന്ദ്രൻപിള്ളയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സുധീർ കരമന സ്ഥാനാർത്ഥിയാകുമെന്ന് ഏകദേശം തീരുമാനമായിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജ് ചേരുന്നുണ്ട്. അർജുൻ, സുധീർ കരമനയിലേക്ക് ഒറ്റപ്പേരിലേക്ക് എത്തിക്കഴിഞ്ഞോ? ഗൗതം, ഏറ്റവും ഒടുവിലെ ധാരണ പ്രകാരം സുധീർ കരമന തിരുവനന്തപുരം സെൻട്രലിൽ CPIM-ന്റെ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു ധാരണ. ഇത് സംബന്ധിച്ച് CPIM ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. പൊതു സ്വതന്ത്രൻ എന്ന നിലയ്ക്കാണ് തിരുവനന്തപുരം സെൻട്രലിൽ ഇപ്പോൾ സുധീർ കരമനയെ പരിഗണിക്കുന്നത്. നിലവിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റാണ്. ആന്റണി രാജു സിറ്റിംഗ് MLA ആയിട്ടുള്ള അയോഗ്യനായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ. സ്വാഭാവികമായും ആന്റണി രാജുവിന്റെ കൂടി അഭിപ്രായം പരിഗണിക്കുക എന്നുള്ളത് മുന്നിലുണ്ട്. അതേസമയത്ത് ഇക്കാര്യത്തിൽ ആന്റണി രാജുവിനും എതിർപ്പില്ല എന്നുള്ളതാണ് പുറത്ത് വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ സുധീർ കരമന എന്ന ഒറ്റ പേരിലേക്ക് എത്തുകയും വൈകാതെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. ഒരു സിനിമാ നടൻ എന്ന നിലയ്ക്ക് ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ സാംസ്കാരിക മേഖലയിലും കലാരംഗത്തുമൊക്കെ സജീവമായി ഇടപെടുന്ന ആളാണ് സുധീർ കരമന. ഇടതുപക്ഷത്തെ രാഷ്ട്രീയ വേദികളിലും സാംസ്കാരിക വേദികളിലുമൊക്കെ സ്ഥിരം സാന്നിധ്യമാണ് അദ്ദേഹം. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ഒരു സർക്കാർ സ്കൂളിൽ ദീർഘകാലം അധ്യാപകനായി പ്രിൻസിപ്പാളും ഒക്കെ പ്രവർത്തിച്ച ആൾ എന്ന നിലയ്ക്കൊക്കെ ഏറെ ജനപ്രീതിയുള്ള ആൾ കൂടിയാണ് സുധീർ കരമന. അത് സിനിമാ നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലൊക്കെ ഉള്ള സാന്നിധ്യം അദ്ദേഹത്തിന്റെ മുൻഗണന നൽകുന്നതിന് CPIM-നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഇല്ല സുധീർ കരമനയെ സംബന്ധിച്ചിടത്തോളം. തിരുവനന്തപുരം സെൻട്രലിൽ ആ പരിഗണന കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ സുധീർ കരമനയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചന സജീവമായി നടക്കുകയാണ്. മറ്റൊരു സാധ്യത മുന്നിലില്ല. സ്വാഭാവികമായും സുധീർ കരമനയെ സ്ഥാനാർത്ഥിയാക്കാൻ LDF തീരുമാനിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഗൗതം, ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സുധീർ കരമന എന്ന ഒറ്റ പേരിലേക്ക് എത്തിയിരിക്കുകയാണ് LDF.